വിവിധ മേഖലകളിലെ മലപ്പുറം ജില്ലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് 206.35 കോടി രൂപ വരവും 202.56 കോടി രൂപ ചെലവും 3.76 കോടി രൂപ മിച്ചവുമുള്ള ജില്ലാ പഞ്ചായത്ത് ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം അവതരിപ്പിച്ചു. മനുഷ്യന്റെ ജീവൻ സംബന്ധിയായ പ്രശ്നങ്ങൾക്ക് മുൻതൂക്കം നൽകുന്ന വിധത്തിലാണ് ഈ വർഷത്തെ ബജറ്റ് വിഹിതം ക്രമീകരിച്ചിട്ടുള്ളത്. മലപ്പുറം സമീപകാലങ്ങളിൽ പ്രകൃതിയിലെ ആവാസ വ്യവസ്ഥകൾക്ക് ജൈവ വൈവിധ്യങ്ങൾക്കും ഊറേൽപ്പിക്കുന്ന വിധത്തിൽ മനുഷ്യൻ നടത്തിയ കയ്യേറ്റങ്ങളെയും കച്ചവട താല്പര്യങ്ങളെയും പ്രകൃതി ദുരന്തങ്ങളും മഹാമാരികളെയും നിരന്തര നാടിനെ മേൽ പതിച്ച് കൊണ്ടിരിക്കുമ്പോൾ തിരിച്ചറിവിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക് നമുക്ക് അനിവാര്യമായിരിക്കുന്നു. അനുദിനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങളും രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ആഗോള താപനവും ഒരു തലമുറയുടെ ജീവന് തന്നെയായ ഭീഷണിയാണ്. വീണ്ടും കൊണ്ടുപോകുന്ന നെൽപ്പാടങ്ങളും വറ്റിവരേണ്ട ജലാശയങ്ങളും കണ്ണുനീരൊഴുകുന്ന നദികളും നമുക്ക് മുന്നിൽ ഇത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നാശോന്മുഖമായി കൊണ്ടിരിക്കുന്ന പ്രകൃതിയെ ജൈവ വൈവിധ്യങ്ങൾ തിരിച്ചുപിടിക്കാൻ നമുക്ക് ജാഗ്രത പുലർത്തണം. ഇന്ന് കാണുന്ന പ്രകൃതിയും പച്ചപ്പും കാടും കാട്ടാറുകളും പൂക്കളും പുഴകളും മലകളും വഴികളും എങ്ങനെയാണ് നമുക്ക് ലഭിച്ചത് അതേ തോതിൽ തന്നെ വരും തലമുറക്ക് കൈമാറാൻ നാം ജാഗ്രത കാണിക്കണം. അതോടൊപ്പം തന്നെ വാണിജ്യ വ്യവസായ മേഖലകൾക്ക് കൂടുതൽ പ്രചോദനം നൽകുന്ന നടപടികൾ ആവിഷ്കരിക്കുന്നതിനും കായിക മേഖലയ്ക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകുന്നതിനും ബഡ്ജറ്റ് ലക്ഷ്യമിടുന്നുണ്ട്. മലപ്പുറത്തിലെ സാംസ്കാരിക ചരിത്ര മേഖലകൾ സ്ത്രീകൾ, കുട്ടികൾ, വയോജനങ്ങൾ, ഭിന്നശേഷിക്കാർ, ഭിന്നലിംഗക്കാർ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, കിടപ്പുരോഗികൾ, ക്യാൻസർ, കിഡ്നി, കരൾ രോഗികൾ, കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, തൊഴിൽ സംരംഭകർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, പ്രവാസികൾ തുടങ്ങി എല്ലാ വിഭാഗങ്ങൾക്കും പ്രത്യക്ഷമായോ പരോക്ഷമായോ പ്രയോജനം ലഭിക്കുന്ന വിധത്തിലുള്ള പദ്ധതികൾക്ക് ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. വർക്കിംഗ് ഗ്രൂപ്പ് യോഗങ്ങളിലും സ്റ്റേറ്റ് ഹോൾഡേഴ്സ് യോഗങ്ങളിലും സെമിനാറിലുമെല്ലാം ഉരുത്തിരിഞ്ഞ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സ്വരൂപിച്ചാണ് ബജറ്റ് തയ്യാറാക്കിയത്. ജില്ലയിൽ കുട്ടികൾക്കിടയിൽ മുങ്ങിവെള്ളം തടയുന്നതിനായി 4ാം ക്ലാസ് മുതലുള്ള എല്ലാ കുട്ടികൾക്കും നീന്തൽ പരിശീലനം നൽകും. ഈ പദ്ധതിക്കായി 50 ലക്ഷം രൂപ ബജറ്റിൽ നീക്കിവച്ചിട്ടുണ്ട്. ജില്ലയിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് KSRTCയുടെ സഹകരണത്തോടെ ജില്ലാ ആസ്ഥാനത്തേക്ക് സ്ത്രീകൾക്ക് മാത്രമായി പ്രത്യേക സൗജന്യ ബസ് സർവീസ് ആരംഭിക്കും. ഇതിനായി 50 ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. ജില്ലയെ വ്യവസായ സൗഹൃദ ജില്ലയാക്കുന്നതിന്റെ ഭാഗമായി പ്രവാസി സംരംഭകരുമായി സഹകരിച്ച് പ്രവാസി വ്യവസായ പാർക്ക് സ്ഥാപിക്കും. ഇതിന്റെ ആദ്യഘട്ടത്തിനായി 50 ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. ജില്ലയിലെ പ്രവാസികൾക്കും നിക്ഷേപ താൽപര്യർക്കും മികച്ച നിക്ഷേപ സാധ്യതകൾ പരിചയപ്പെടുത്തുന്നതിനും കൂടുതൽ നിക്ഷേപകരെ ജില്ലയിലേക്ക് ആകർഷിക്കുന്നതിനുമായി ആഗോള നിക്ഷേപക സംഗമം നടത്തും. 10,000 കോടി രൂപയുടെ നിക്ഷേപം പ്രതീക്ഷിക്കുന്ന ഈ സംഗമത്തിനായി 50 ലക്ഷം രൂപ നീക്കിവെച്ചിട്ടുണ്ട്. പശ്ചാത്തല വികസന മേഖല റോഡുകളുടെ പുനരുദ്ധാരണത്തിന് 10 കോടി രൂപയും മാറ്റിവെച്ചു. പ്രത്യേക ഘടക പദ്ധതികളുടെ ഭാഗമായി പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ സമഗ്ര പുരോഗതിക്കായി 26 കോടി രൂപ, വീടും സ്ഥലം ഇല്ലാത്തവർക്കായി 5 കോടി രൂപ, ഭവന സുരക്ഷയ്ക്കായി 5 കോടി, പട്ടികജാതി കോളനികളുടെ സമഗ്ര വികസനത്തിനായി 3.5 കോടി രൂപ, പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് മെറിറ്റോറിയസ് സ്കോളർഷിപ്പിനായി 2.5 കോടി, പഠനമുറി 1 കോടി, പട്ടികജാതി പട്ടികവർഗ സാങ്കേതികത്തിൽ കുടിവെള്ള പദ്ധതിക്കായി 3 കോടി രൂപ, മത്സര പരീക്ഷാ പരിശീലനത്തിന് 20 ലക്ഷം രൂപ തുടങ്ങിയും വിലയിരുത്തി. യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ അധ്യക്ഷയായിരുന്നു. വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, അംഗങ്ങൾ, സെക്രട്ടറി S ബിജു എന്നിവരും സംബന്ധിച്ചു. ചെമ്മങ്കടവിൽ കിങ് ബ്രോസ്റ്റ് കഴിക്കാൻ വന്നതാണ്. അടിപൊളിയാണ്, നല്ല ടേസ്റ്റിയാണ്. ഹലോ പ്രിയപ്പെട്ടവരെ, ഞാനിപ്പം അടിപൊളി ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ കഴിച്ചിട്ടിരിക്കുകയാണ്. ഇത് മലപ്പുറം ജില്ലയിലെ ചെമ്മങ്കടവിലാണ് കിങ് ബ്രോസ്റ്റിൽ നമ്മളുള്ളത്. ഇവിടെ ഹോം ഡെലിവറി ലഭ്യമാണ്. അതിലുപരി ഞാനിവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സ്ഥിരമായിട്ട് വരുന്ന കസ്റ്റമേഴ്സ് ഇവിടെ പുറത്തു നിന്നിട്ട് ഓട്ടോറിക്ഷയിൽ വന്നവർ, കാറിൽ വന്നവരൊക്കെ വന്ന് കഴിച്ചു പോകുന്ന കണ്ടു. നിങ്ങൾ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്കും അതുപോലെ കുടുംബത്തിനൊക്കെ ധൈര്യമായിട്ട് വാങ്ങിക്കൊണ്ടുപോയി കൊടുത്ത് കഴിപ്പിച്ച് അവരെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ഉഗ്രൻ ബ്രോസ്റ്റഡ് ചിക്കൻ തന്നെയാണ് കിങ് ബ്രോസ്റ്റഡിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വഴിക്ക് കടന്നു പോകുമ്പോൾ എല്ലാവരും ഇവിടെ ഒന്ന് കയറി 2 കഷ്ണം കഴിച്ചിട്ട് പോകാം. കിങ് ബ്രോസ്റ്റ് ആൻഡ് മന്തി കോർണർ, ചട്ടിപ്പറമ്പ് റോഡ്, ഓപ്പോസിറ്റ് റേഷൻ ഷോപ്പ്, ചെമ്മങ്കടവ്.